Good evening all. This is Siad Illegal. Welcome to Post Market Report sponsored by Delta Exchange. ഇന്നത്തെ ഫോള് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് ന്യൂസ് കണ്ട ആളുകൾക്ക് അതല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ദിവസത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് കണ്ട ആളുകൾക്ക് ഏകദേശം എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഫോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ട്രംപ്, മെക്സിക്കോ, ചൈന, കാനഡ ഇവർക്ക് എതിരെ താരിഫ് ഹൈക്ക് ഓൾറെഡി നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഫോൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമാണ്. പക്ഷെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല, US ഫ്യൂച്ചർ ഏകദേശം 600 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായിരുന്നു. എൻറ്റിയർ ഏഷ്യൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും എൻറ്റിയർ ഗ്ലോബൽ മാർക്കറ്റും ഫോളിൽ തന്നെയാണ് ഉള്ളത്. ഈവൻ ഇത്തേറിയം, നമ്മുടെ ബിറ്റ് കോയിനിലും ഇത്തേറിയം ഉൾപ്പെടെ, ഈവൻ ഗോൾഡ് ഉൾപ്പെടെ, ഇത്തേറിയെല്ലാം തന്നെ 29% ക്രാഷാണ് ഉണ്ടായിട്ടുള്ളത്. ഗോൾഡ് ഉൾപ്പെടെ ക്രാഷ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബഡ്ജറ്റ് പരമായിട്ടുള്ള കുറച്ച് വാർത്തകളും ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് റെയിൽവേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 40,000 മാർക്കറ്റ് ക്യാപ്പാണ് ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് വൈപ്പ് ഔട്ട് ആയിപ്പോയിട്ടുള്ളത്. ഇതിൽ ഇന്ത്യൻ IRFC ഉണ്ട്, അതല്ലെങ്കിൽ ആർവീനിൽ ഉണ്ട്, IRCTC ഉണ്ട്, തുടങ്ങിയ കമ്പനീസ് എല്ലാം കൂടി ഏകദേശം ഒരു 40,000 കോടി മാർക്കറ്റ് ക്യാപ്പാണ് വൈപ്പ് ഔട്ട് ആയി പോയത്. റെയിൽവേക്ക് ബഡ്ജറ്റിൽ നീക്കിയിരിപ്പ് ഇല്ലാതിരുന്നില്ല, പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തതിലും കുറവാണ് കിട്ടിയിട്ടുള്ളത്. സെയിം തന്നെയാണ് ഡിഫൻസിൽ പൈസ ഇരുത്താതിരുന്നിട്ടില്ല, മറിച്ച് എക്സ്പെക്റ്റ് ചെയ്തതിലും കുറവ് വകയിരുത്തപ്പെടുന്നതും നെഗറ്റീവായിട്ടാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. അത് നമ്മൾ ഇന്നലെ കണ്ടു. ഭാരത് ഡൈനാമിക് 9% ഇടിഞ്ഞു. HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനീസ് ഏകദേശം 6% ഇടിവ് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഇമ്പോർട്ട്, ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടും എന്നുള്ളത് ഇന്ത്യയിലുള്ള ഗോൾഡ് കമ്പനീസിന് ഗുണകരമായിട്ടുണ്ട്. PC ജ്വല്ലേഴ്സ്, ഗോൾഡിയം ഇൻ്റർനാഷണൽ, സെൻകോ തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ ഗോൾഡ് കമ്പനീസും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണോ US ചെയ്തിട്ടുള്ളത് അതിന് സമാനമായ ഒരു കാര്യമാണ് ഗോൾഡിന് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യൻ ഗവൺമെൻറ് കൂടിയിട്ടുള്ളത്. ഇന്ത്യൻ ഗോൾഡ് കമ്പനീസിന് ഗുണകരമാകുന്ന ഒരു തീരുമാനമായിരുന്നു അത്. ഇനി ഓട്ടോ സ്റ്റോക്കുകളുടെ ഇന്ന് എല്ലാ മാസവും ആദ്യ ആഴ്ചയിലാണ് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഓട്ടോ സെയിൽസ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടിരുന്നു, നല്ല ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് കിട്ടിയ കമ്പനീസ് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. M&M, ഐഷർ മോട്ടോഴ്സ് എല്ലാം തന്നെ അത് പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ കൺസ്യൂമർ മേഖലയിൽ, കൺസ്യൂമർ എന്ന് പറയുമ്പോൾ FMCG അല്ലാതെയുള്ള വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ തുടങ്ങിയ കമ്പനീസ്, ഹാവൽസ് തുടങ്ങിയ ആ ഒരു സെഗ്മെൻറ്റുള്ള കമ്പനീസ്, കാരണം മറ്റുള്ള FMCG സ്റ്റോക്കുകളുടെ റാലി ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് സ്റ്റോക്കുകളുടെ റാലി ഇപ്പോൾ നമുക്ക് കിട്ടി. 12 ലക്ഷം ഒരു ടാക്സ് ലാബ് റൂറൽ ഏരിയയിൽ ഇത്തരം കമ്പനീസിന് ഗുണകരമാകും എന്നുള്ളൊരു ന്യൂസും നമ്മൾ കണ്ടു. അത് ഇന്ന് മാർക്കറ്റിൽ റിയാക്ട് ചെയ്തു. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ചോളമൻഡൽ ഇൻ്റർനാഷണൽ തുടങ്ങിയ കമ്പനീസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി US ഡോളർ ഇൻഡെക്സ് സ്പൈക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ മെറ്റൽ സ്റ്റോക്കുകൾ ഇന്ന് ഫോളോ ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് എഫക്റ്റ് ചെയ്യാത്തുള്ളൊരു കാര്യമുള്ളത് സ്വിഗ്ഗി കൊട്ടാക് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്ഗ്രേഡ് ചെയ്ത കാരണം കൊണ്ട് സ്വിഗ്ഗി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് രാവിലത്തെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ടും ഗ്ലോബൽ കാര്യങ്ങളും കൂടി എല്ലാം തന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ് കോയിൻ $4,000 ഇടിഞ്ഞു. തൊട്ട് താഴെ ബ്രന്റ് ഓയിൽ 76, അതിന് താഴെ ഗോൾഡ് $6 ഇടിഞ്ഞു. ഇന്ത്യ വിക്സ് ഇന്ന് 6% സ്പൈക്ക് ചെയ്തു. ഡോ ഫ്യൂച്ചർ 600 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി. ഇടിവിലാണ് ഉള്ളത്. ജപ്പാൻ മാർക്കറ്റ് 1000 പോയിൻ്റ് ഇടിഞ്ഞു. ഓസ്ട്രേലിയ 1.5%, കൊറിയ 2.5%, ചൈന ഉൾപ്പെടെ ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ്, എസ്പെഷ്യലി ഡാക്സ് എല്ലാം തന്നെ 2%, മറ്റുള്ള 3 ഡാക്സ് മാത്രമല്ല, ജർമ്മൻ മാത്രമല്ല, UK, ഫ്രാൻസ് മാർക്കറ്റും കനത്ത ഇടിവിലാണുള്ളത്. ഇന്ന് നിഫ്റ്റിയിൽ ബജാജ് ഫിനാൻസ്, M&M, വിപ്രോ, ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചപ്പോൾ L&T, ONGC, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, കോൾ ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനീസിൽ വലിയൊരു സെൽ ഓഫ് കണ്ടു. നിഫ്റ്റിയുടെ ചാർട്ടാണ് വലിയൊരു ഗ്യാപ്പ് ഡൗൺ, അതിനുശേഷം സ്റ്റേബിളായിട്ട് മാർക്കറ്റിൽ നിന്നു. അതായത് ഗ്യാപ്പ് ഡൗൺ ഇന്നത്തെ ലോ, ആദ്യത്തെ 5 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ഒരു തവണ റീടെസ്റ്റ് ചെയ്തു. പിന്നീട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് PCR 0.7 ആണ്.
മേജർ റെസിസ്റ്റൻസ് ഓൺ 23,500. ഇത് കറൻറ്റ് വീക്കിലി എക്സ്പയറിയിലുള്ള നിഫ്റ്റിയുടെ കോൺട്രാക്റ്റാണ്. അതുപോലെ തന്നെ സെൻസെക്സിൻ്റെ നാളെയുള്ള എക്സ്പയറി ആണ് സെൻസെക്സ്. പക്ഷേ സെൻസെക്സ് 0.9 ആണ് PCR. അധിക ബീറിഷ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുട്ട് സൈഡിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം 77,000 മേജർ സപ്പോർട്ട് സോൺ ആയിട്ടൊക്കെ നിലകൊള്ളുന്നുണ്ട്. അതായത് സെൻസെക്സിനെ വലിയ തോതിലൊന്നും ഷോർട്ട് ചെയ്യാനൊന്നും നിൽക്കരുത്. കാരണം സെൻസെക്സ് എല്ലാം തന്നെ നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ ഓൾമോസ്റ്റ് 3.3 ടൈംസ് ഉയർന്ന റേഞ്ചിലാണുള്ളത്. അതായത് നിഫ്റ്റി മൂവ് ചെയ്യുന്നതിനേക്കാൾ ഒരു 3.5 ഇരട്ടി സെൻസെക്സ് മൂവ് ചെയ്യും. നിഫ്റ്റിയുടെ പ്രീമിയം സ്പൈക്ക് ചെയ്യുന്നതിനേക്കാൾ ഏകദേശം ഒരു 5 മടങ്ങിൽ കൂടുതൽ സെൻസെക്സിൻ്റെ പ്രീമിയം സ്പൈക്ക് ചെയ്യും. അത് ഓപ്ഷൻ റൈറ്റ് ചെയ്ത ആളുകൾക്ക് വളരെയധികം ദോഷകരമാണ്. വളരെയധികം കോഷ്യസ് ആവുക. വലിയ ഹ്യൂജ് ലോസൊക്കെ ചില റാൻഡമായിട്ടൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ടുകളൊക്കെ വരാറുണ്ട്. ഇതെന്ത് ചെയ്യണം? നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി ആർക്കും കൊടുക്കാറില്ല. ഈവൻ നമ്മുടെ സ്റ്റുഡൻസിനും കൊടുക്കാറില്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി. പക്ഷേ നമ്മളത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ലോസ് കാണുന്നത് എവിടെയാണ്? സെൻസെക്സ് പോലെയുള്ള അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് പോലെയുള്ള വലിയ വോളറ്റിലിറ്റി ഉള്ളൊരു ഇൻഡെക്സിൽ നമ്മൾ അറിയാതെ പോയി ട്രേഡ് ചെയ്ത് ഹ്യൂജ് കാശ് ആളുകൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വെറുതെ അല്ല നമ്മൾ സെബി പറയുന്നതൊന്നും വെറുതെ അല്ല. കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ വലിയൊരു കുറവ് ഉണ്ട്. അതല്ലെങ്കിൽ സെൻസെക്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നറിയാവുന്ന ഒരാൾ ഒരിക്കലും പോലും സെൻസെക്സിൽ പോയി ഇത്ര വലിയ റിസ്കേറി ആയിട്ടുള്ള ട്രേഡ് ഒരിക്കലും എടുക്കില്ല. ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് കരുതി എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഒരേപോലെ ആണെന്നും കരുതരുത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഈ വരുന്ന 16-ാം തീയതി FNOയുടെ ഓഫ്ലൈൻ ക്ലാസ് കൊച്ചിയിൽ വെച്ചിട്ടുണ്ട്. 16-ാം തീയതി താല്പര്യമുള്ള ആളുകൾക്ക് ഓഫ്ലൈൻ ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം. ബേസിക് സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ട്. ഫസ്റ്റ് കമ്പനി നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം അദാനി പവറാണ്. അദാനി പവർ ജെഫ്രീസ് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഡിവിസ് ലാബ് നെറ്റ് പ്രോഫിറ്റ് 64% ഉയർന്ന് 589 കോടി രൂപ കരസ്ഥമാക്കി. ഗേറ്റ്വേ ഡിസ്പാട്രിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 7 മടങ്ങ് ഉയർന്നു, 456 കോടി രൂപ കരസ്ഥമാക്കി. ഗ്രീൻലം ഇൻഡസ്ട്രീസ് റവന്യൂ ഫോർകാസ്റ്റ് കുറച്ചു. HFCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 82 കോടി രൂപയിൽ നിന്ന് 73 കുറഞ്ഞു. ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 88 നിന്ന് 98 ഉയർന്നു. കമ്പനി 8 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഗ്ലാൻഡ് ഫാർമ നെറ്റ് പ്രോഫിറ്റ് 192 നിന്ന് 205 ഉയർന്നു. പ്രീമിയർ എനർജി കമ്പനി 43 കോടി രൂപയിൽ നിന്ന് 25 കോടി രൂപയിലേക്ക് 250 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് ഉയർത്തി. ആരതി ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ സീൽ ഗ്രീൻ പവർ കമ്പനീനെ അക്വയർ ചെയ്തതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. ഇനി വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നമുക്ക് നാളെ രാവിലെ 7:00 മുമ്പായിട്ട് എത്താൻ ശ്രമിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.